ഹലോ ഗൈസ്, വെൽക്കം ടു ആഷീസ് കിച്ചൺ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഗ്രീൻ പീസ് കൊണ്ട് മസാല കറി ഉണ്ടാക്കി നോക്ക്. അതിന് ആദ്യം നമ്മൾ ഗ്രീൻ പീസ് പൗത്തിയെടുത്തിട്ട് അതിനുള്ള പാങ്ങല കയറ്റ് പിന്നെ കുക്കറിലിട്ടിട്ട് സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേവിക്കുക. ഒരു 2-3 വിസിലടുപ്പിക്കുക, നല്ല പോന്നിട്ടുണ്ടെങ്കിൽ. ഇനി വേറൊരു ചട്ടി എടുത്തിട്ട് അടുത്ത അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. പിന്നെ കടു ഇട്ടിട്ട് പൊട്ടിക്കുക. പിന്നെ കറിച്ചപ്പല, ഉണക്കമുളക്, പിന്നെ ഉലുവ, ജീരകം എല്ലാം എടുത്തിട്ട് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ബട്ടട്ട, തക്കാളി ഇത് മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, അതിനും എടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഇളക്കി അത് വേവും. അപ്പോൾ ഇവിടെ കുക്കറിൽ നമ്മളെ ഗ്രീൻ പീസെല്ലാം ബന്ധിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനെടുത്തിട്ട് ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് വേണ്ടത്ര എല്ലാം ഇട്ടിട്ട് വീണ്ടും പാങ്ങല തിളപ്പിച്ചിട്ടെടുക്കുക. നല്ല പാങ്ങല തിളക്കട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ഇടാൻ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കുക, ചെറിയ പീസായിട്ട്. പിന്നെ മല്ലിച്ചപ്പ്. എന്നിട്ട് ഇതിലേക്ക് ഇതെല്ലാം തിളച്ചിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് വേറിയിട്ട് കൊടുക്കുക. നല്ല ടൈറ്റ് മസാലക്കറി, ഗ്രീൻ പീസ് കൊണ്ട് മസാലക്കറി. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിന്നാൻ നമുക്ക് പാകിസ്ഥാനി അഫ്ഗാനിയുള്ള റൊട്ടിയില്ലേ, ആ റൊട്ടി എടുത്തിട്ട് ഓരോ ചപ്പാത്തിയാണ് അതിനെടുത്തിട്ട് കട്ടാക്കിയിട്ട് പിന്നെ സലാഡെല്ലാം കൂട്ടിയിട്ട് നല്ല പാങ്ങല തിന്നാൻ എന്തോ ഒരു പാങ്ങ തന്നെ. നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.